പിടികിട്ടാപ്പള്ളി സുകുമാരക്കുറുപ്പ് ബ്രൂണയിൽ ഒളിച്ചു താമസിക്കുന്നു എന്ന വാർത്തകളിൽ ഇന്റർപോളിനെ സമീപിക്കാൻ ക്രൈംബ്രാഞ്ച്. മാധ്യമങ്ങളിൽ വന്ന വ്യക്തിയുടെ വിവരങ്ങൾ ആവശ്യപ്പെടാനാണ് തീരുമാനം. ഇതിനായി ഇന്റർപോളിന് അപേക്ഷയും നൽകും. വി എസ് അനു വിവരങ്ങളുമായി ചേരുകയാണ്. വി എസ് അനു, എന്തായാലും മാധ്യമ വാർത്തകൾ വന്നതോടുകൂടിയാണ് വീണ്ടും ഈ സുകുമാരക്കുറുപ്പ് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വീണ്ടും ചോദ്യം ഉയർന്നത്. പ്രത്യേകിച്ചും ഈ കേരള പോലീസിന്റെ അന്വേഷണം അത് സുകുമാരക്കുറുപ്പ് ജീവനോടെ ഇല്ല എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് വീണ്ടും അത് വലിയ വാർത്തയായിട്ട് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇപ്പോൾ ഇതിൽ ഈ ഇന്റർപോളിന്റെ അടക്കം ഇടപെടലിലേക്ക് നീങ്ങുകയാണോ? എന്താണ് വിവരങ്ങൾ? 42 വർഷം മുമ്പ് പിടികിട്ടാപ്പുള്ളിയായി അല്ലെങ്കിൽ ഒളിവിൽ പോയ സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട് എന്ന തരത്തിലുള്ള മാധ്യമ വാർത്തകൾ പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസ് ക്രൈംബ്രാഞ്ച് സംഘം ഇന്റർപോളിനോട് വിവരങ്ങൾ തേടാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ബ്രൂണോയിൽ ഇയാൾ ഒളിവിൽ താമസിക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് IG ആണ് ഇന്റർപോളിനോട് വിശദാംശങ്ങൾ തേടുന്നത്. നമ്മൾ ഇന്ന് രാവിലെ നൽകിയ വാർത്ത പ്രകാരം സുകുമാരക്കുറുപ്പിന് നിലവിൽ ഏകദേശം 80 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. മാത്രമല്ല ആ സമയത്ത് ഹൃദ്രോഗിയായിരുന്നു എന്ന ആ നഴ്സിന്റെ മൊഴി തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എത്തുകയും അടുത്ത മാസത്തോടുകൂടി ഇയാൾ മരിച്ചിരിക്കാമെന്ന തരത്തിലുള്ള അന്തിമ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് നൽകാൻ ഒരുങ്ങുകയുമായിരുന്നു അന്വേഷണ സംഘം. അതിനിടയിലാണ് ഈ തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. പക്ഷേ ഇപ്പോഴും ക്രൈംബ്രാഞ്ചിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഒരാൾ പോലും ഇത് സുകുമാരക്കുറുപ്പാണെന്ന് സ്ഥിരീകരിക്കുന്നില്ല. മാത്രമല്ല ഈ വാർത്തകളിൽ വിശ്വാസയോഗ്യം അല്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. അതേസമയം ഇങ്ങനെ വാർത്തകൾ വന്ന സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉറപ്പാക്കാൻ ഒരുങ്ങുകയാണ് കേരള പോലീസ്. ഓക്കെ, ശരി. വി എസ് അനു, പിടികിട്ടാപ്പള്ളി സുകുമാരക്കുറുപ്പ് ബ്രൂണയിൽ ഒളിച്ചു താമസിക്കുന്നു എന്ന വാർത്തകളിൽ ഇന്റർപോളിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച്. വിവരങ്ങളാണ് വി എസ് അനു നൽകിയത്.